ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഞാൻ വീണ്ടും പറയുകയാണ്, പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ. പിന്നെ 4-ാം തീയതി മറ്റന്നാൾ നമ്മുടെ വോട്ടെടുപ്പിൻ്റെ റിസൾട്ട് വരികയാണ്. റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിൽ നമുക്കെന്തായാലേ, നമുക്കൊന്നും കിട്ടാനും പോകുന്നില്ല, കൊടുക്കാനും പോകുന്നില്ല. അത് വേറെ വിഷയം, അതിരിക്കട്ടെ. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടുകാർ നിങ്ങൾക്ക് തന്ന, അതായത് ആരാണോ മത്സരിച്ചത് അവർക്ക് കൊടുത്ത വോട്ടിന് നിങ്ങൾ വില കൽപ്പിക്കുക. അല്ലാതെ നിങ്ങൾ ജയിച്ചിട്ട് നിങ്ങൾ സമ്പാദിക്കാനോ അല്ലാതെ നിങ്ങളെ കുടുംബം രക്ഷിക്കാനോ അല്ല. നിങ്ങളെ കുടുംബം അത്യാവശ്യം മോശമില്ലാത്ത കുടുംബമായിരിക്കും. അതിൽ ഒന്നുമില്ലാത്തവർ, ഒന്നെന്ന് വെച്ചാൽ ഉപജീവനത്തിന് മാർഗമില്ലാത്തവരാണ് വന്നിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. അത് എസ്പെഷ്യലി ഏത് പാർട്ടിക്കാരാവട്ടെ, നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത് ജനങ്ങളാണ് നിങ്ങളെ ഇവിടെ എത്തിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് വന്നിരുന്ന് നിങ്ങൾ ജയിച്ച് ഒരു സുപ്രഭാതത്തിൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആവുന്നതല്ല. നിങ്ങൾ എന്താണോ വാഗ്ദാനം ചെയ്യുന്നത് അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ നോർമലി കാണുന്നൊരു സംഭവമാണ്, നിങ്ങൾ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യും, പിന്നെ ആ വാഗ്ദാനം ഇങ്ങനെ കാറ്റിൽ പറന്നു പോവുകയാണ്. അതുപോലെ ആവരുത്. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് ഏത് കാൻഡിഡേറ്റ് ആവട്ടെ നിങ്ങൾ കണ്ടതല്ലേ. നിങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ ബുദ്ധിമുട്ട്, ഒരു ദിവസം അവർ പണിയെടുത്തിട്ടില്ലെങ്കിൽ അവർ വീട്ടിൽ ചോറ് വെക്കാൻ പറ്റാത്തത്, അവർ വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ല, അവർ വീട്ടിൽ പട്ടിണിയാവുന്നത്, അതുപോലത്തെ ഒരുപാട് സമൂഹം നമ്മളുടെ ഇടയിലുണ്ട്. അവരൊക്കെ ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് വന്ന് ക്യൂവിൽ നിന്നിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തവരാണ്. അപ്പം അവരാ വോട്ടിന് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവർക്ക് ആ വോട്ടിന് അതിൻ്റെ പ്രതിഫലം അവർക്കായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ മൊത്തം സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് നിങ്ങളുടെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ സംഭവമായിട്ട് കാണാനൊന്നുമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുക, നല്ല ഉപജീവന മാർഗം ഉണ്ടാക്കാൻ പറ്റുക, വിലക്കുറവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. അല്ലാണ്ട് നിങ്ങളൊരു വൈറ്റും ഇട്ട് നിങ്ങൾ പിന്നെ ജനങ്ങളെ കാണുമ്പം തട്ടി മാറ്റുക, നിങ്ങൾ ജനങ്ങളെ കാണുമ്പോൾ മുഖം വീർപ്പിക്കുക, ഇതൊന്നും എൻ്റെ പണിയല്ല എന്ന് പറയുക. നിങ്ങൾ വോട്ട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ ഞാനെല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നത് നിങ്ങളാണ്. ഇതൊന്നും എൻ്റെ പണിയല്ല എന്ന് പറയുന്നത്. അതൊന്നും പറയാതിരിക്കുക. അതുകൊണ്ട് എല്ലാ കാൻഡിഡേറ്റും ആര്